താരസംഘടനയായ അമ്മയിലെ തർക്കങ്ങൾ തീരുന്നില്ല. വ്യക്തിഹത്യയുമായി ബന്ധപ്പെട്ട് ടിനി ടോമിനെതിരെ അൻസിബ ഹസൻ ഇന്ന് പോലീസിനും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയേക്കുമെന്ന് കേൾക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഈ അൻസിബ ഈ കാര്യം ടിനി ടോമിനെതിരെയുള്ള ഈ പരാതി അമ്മയ്ക്ക് മുന്നിൽ വെച്ചതാണ്. അവിടെ ഒരു നടപടി ഉണ്ടാവില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണോ അൻസിബ ഇനിയിപ്പോൾ ആഭ്യന്തരമന്ത്രിയൊക്കെ കാണാൻ പോകുന്നത്? മായ, താരസംഘടനക്കുള്ളിൽ പരാതി ബോധിപ്പിച്ചിട്ടും ഇതിൽ നടപടി ഉണ്ടായില്ല എന്ന് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് മുൻ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള അൻസിബ ഹസൻ ഇപ്പോൾ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നാട്ടിൽ നിയമമുണ്ടല്ലോ, ഈ നിയമപരമായി താൻ മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു അൻസിബ നേരത്തെ വ്യക്തമാക്കിയത്. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്കും DGPക്കും അടക്കം പരാതി നൽകുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് അൻസിബ ഹസന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അവർ ഇന്ന് തന്നെ ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകുമെന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ടിനി ടോമിന് പുറമെ തന്നെ വനിതാ സെല്ല്, തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലെ CIക്കെതിരെയുമായി പരാതി നൽകും എന്നുള്ളൊരു കാര്യം കൂടി അൻസിബ വ്യക്തമാക്കുന്നുണ്ട്. തന്നെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മാനസികമായി പീഡിപ്പിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് CIക്കെതിരായിട്ട് അൻസിബ ഹസൻ ഏതായാലും പരാതി നൽകുന്നത്. ഈ ടിനി ടോമിനെതിരായിട്ട് നേരത്തെ തന്നെ അൻസിബ ഹസൻ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നതാണ്. ഈ ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ടിനി ടോം ചില അംഗങ്ങളെ വിളിച്ച് അൻസിബയെ മോശമായി ചിത്രീകരിച്ചു, അൻസിബയ്ക്ക് എതിരായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി എന്നുള്ളൊരു പരാതി തന്നെയായിരുന്നു അൻസിബ ഹസൻ ഉന്നയിച്ചിരുന്നത്. ഈ കാര്യങ്ങൾ അമ്മയിലും ബോധിപ്പിച്ചതാണ്. എന്നാൽ ടിനി ടോമിൻ്റെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പരാതി പരിഗണിക്കാത്ത തരത്തിലേക്ക് മാറ്റി എന്നുള്ളൊരു കാര്യമാണ് അൻസിബ ഹസൻ ആരോപിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനായിട്ട് അൻസിബ ഹസൻ തീരുമാനിച്ചിരിക്കുന്നത്. മായ, കിരണാണ് വിവരങ്ങൾ നൽകിയത്. താരസംഘടനയായ അമ്മയിലെ വ്യക്തിഹത്യയുമായി ബന്ധപ്പെട്ട് ടിനി ടോമിനെതിരെ അൻസിബ ഹസൻ ഇന്ന് പോലീസിനും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകാൻ പോവുകയാണ്. അൻസിബ വിഷയം അമ്മയിൽ നേരത്തെ അവതരിപ്പിച്ചതാണ്, പക്ഷേ ഒരു നടപടിയൊന്നും ഉണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അൻസിബ ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോകുന്നത്.